പുറത്ത് നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് ചൂടായിട്ട് നല്ല പുതിന റൈസ് മതിയെന്ന് കരുതി. അതിൻ്റെ കൂടെ അധികം പുളിയില്ലാത്ത നല്ല കട്ട തൈരും കുറച്ച് ചാട്ട് മസാലയൊക്കെ ചേർത്തിട്ട് സൂപ്പറായിട്ടുള്ള ഒരു ലഞ്ചായിരുന്നു കേട്ടോ. അതാണെങ്കിൽ എളുപ്പത്തിൽ ഉണ്ടാക്കുകയും ചെയ്യാമല്ലോ. അതിനായിട്ടേ 1.5 കപ്പ് ജീരകശാല അരി നന്നായി കഴുകി വേവിച്ചങ്ങോട്ട് വെച്ചു. അടുത്തതായിട്ട് പുതിനയില നന്നായി കഴുകി വൃത്തിയാക്കി 2 പച്ചമുളകും ചെറിയൊരു കഷ്ണം ഇഞ്ചി കഴുകി വൃത്തിയാക്കി ചെറുതായിട്ട് അരിഞ്ഞതും പിന്നെ ഒരു 3 വെളുത്തുള്ളിയും ഒരു ചെറുനാരങ്ങയുടെ നീരും ചേർത്തിട്ട് നല്ല പോലെ അങ്ങോട്ട് അരച്ചെടുക്കുക. ചെറുനാരങ്ങ ചെറുതാണെങ്കിൽ ഒരെണ്ണം മുഴുവൻ എടുക്കാം, അല്ല വലുതാണെങ്കിൽ പകുതിയൊക്കെ മതിയാവും കേട്ടോ. ഇത് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കുക കേട്ടോ. പുതിന ചട്നിയൊക്കെ നമ്മൾ അരയ്ക്കാറില്ലേ, അതുപോലെ തന്നെ നല്ലോണം അരച്ചെടുത്ത് മാറ്റി വയ്ക്കുക. ഇനി പ്രധാനമായിട്ട് ഇത് വറുത്തിടുകയാണ് വേണ്ടത്. വറുത്തിടാനായിട്ട് 1 ടേബിൾ സ്പൂൺ കടുകും 1 ടേബിൾ സ്പൂൺ ഉഴുന്നുപരിപ്പ് 1 ടേബിൾ സ്പൂൺ കടലപ്പരിപ്പ് 1 ടേബിൾ സ്പൂൺ നിലക്കടല അഥവാ കപ്പലണ്ടി ഒരു 4-5 കശുവണ്ടി പിന്നെ 2 ചുവന്ന മുളക് കീറിയതും ഇട്ട് നല്ലോണം കടുക് വറുത്തിടുക. അതെല്ലാം മൂത്തൊക്കെ വരുന്ന സമയത്ത് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ആ റൈസ് ഉണ്ടല്ലോ, ജീരകശാല റൈസ്, അതും കൂടി ചേർത്ത് ഇളക്കി ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നല്ലോണം ഇളക്കുക. അതിനുശേഷം നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള ആ പുതിന ചട്നി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇളക്കി കഴിഞ്ഞാൽ പുതിന റൈസ് റെഡിയായി. എന്തൊരു ടേസ്റ്റാണെന്നറിയോ ഇത്. വയറിനും നല്ലതാണ്, ഗ്യാസ് മുതലായ അസുഖങ്ങളൊന്നും ഉണ്ടാവില്ല. പിന്നെ ഇതിൻ്റെ കൂടെ നല്ല കട്ട തൈര് ചാട്ട് മസാലയൊക്കെ ചേർത്ത് കഴിക്കാൻ നല്ല ടേസ്റ്റാട്ടോ. എല്ലാവരും ഉണ്ടാക്കി നോക്കൂ, ചൂടോടെ കഴിക്കണം.